ഈ വചന ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നിങ്ങൾ അവരുടെ ഭീഷണി പേടിക്കേണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട. പറയുന്നതൊരു വ്യക്തിയല്ല, നിങ്ങളുടെ ഒരു കൂട്ടുകാരിയല്ല, അപ്പൻ അമ്മയല്ല. ഈശോയുടെ വചനം നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ ഒരു ദിവസം, ഈ മണിക്കൂറിൽ എന്തിനെങ്കിലും കുറിച്ചൊക്കെ ആകുലപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ, ആരുടെയെങ്കിലും വാക്കുകളെ പേടിച്ച് നിൽക്കുകയാണെങ്കിൽ, ഈശോയുടെ വാക്ക് ഇന്നൊരു ദിവസം ഇത് നമ്മുടെ ചെവിയിൽ ഇത് കേട്ടെങ്കിൽ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക. നിങ്ങൾ അവരുടെ ഭീഷണിയെ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, ഏറ്റെടുക്കുക. എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല, നിങ്ങൾക്ക് അറിയത്തുണ്ടാവില്ല ഇനി എന്നാ വരാൻ പോകുന്നതെന്ന്. ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. നിങ്ങൾ ആ ഭീഷണിയെ ഭയപ്പെടണം. ആ രോഗത്തിൻ്റെയോ ആ സങ്കടത്തിൻ്റെയോ ആ കുത്തുവാക്കുകളുടെയോ ആ ശാപവാക്കുകളുടെയോ ആ ഭീഷണിയെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകും വേണ്ട. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചേ. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും. സോ ഈ സഹനം ഇവിടെയുണ്ട്, ഈ വേദന ഇവിടെയുണ്ട്, ഈ ബുദ്ധിമുട്ട് ഇവിടെയുണ്ട്, ഈ ഉത്തരം കിട്ടാത്ത പ്രശ്നം നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വലിയ ഇരുട്ടിൻ്റെ ദിവസങ്ങളിലൂടെ ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകായിരിക്കാം. ഈ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ, എല്ലാവരും സന്തോഷിക്കുന്ന ദിവസങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റാത്ത ചില സമയമായിരിക്കും. ഇങ്ങനെയാണോ? മുഖമൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു, ഒരു സന്തോഷമില്ലാത്ത മനുഷ്യരായിട്ടൊക്കെ തോന്നുന്നു. സന്തോഷിക്കാൻ, ആനന്ദിക്കാൻ ഒറ്റ കാര്യം ചെയ്യണം, ക്രിസ്തുവിനെ എപ്പോഴും രാജാവായി, ദൈവമായി, കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ ആരാധിക്കുക, പൂജിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലും നമുക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഞാൻ ഈശോയെ ആരാധിക്കും. എല്ലാം ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്തല്ല, സകലതും തകർന്ന് നിൽക്കുന്ന സമയത്തും ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ ദൈവമായി, കർത്താവായി, രാജാവായി ആരാധിക്കുവിൻ. നിങ്ങൾ ആരിലാണോ പ്രത്യാശ അർപ്പിച്ചത്, ആ പ്രത്യാശയെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കും വേണം.